അരുണാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള മിച്ചി മർപ്പു എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ കോതമംഗലം MA കോളേജിൽ ആരംഭിച്ച വിദ്യാർത്ഥികളുടെ സമരം ഈ ഘട്ടത്തിൽ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ തന്നെയും പറയുന്നത്. ഈ ഘട്ടത്തിൽ സമരത്തിന് ദീർഘനേരം സമരത്തിന്റെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പിൽ നിങ്ങൾ തൃപ്തരാണോ? നിലവിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു അന്വേഷണ കമ്മിറ്റി, എൻക്വയറി മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തുന്ന ഒരു അന്വേഷണ കമ്മിറ്റി വിഷയങ്ങൾ പഠിക്കുമെന്നും മിച്ചി മർപ്പുവിൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണവും അതുപോലെ തന്നെ കുട്ടികൾ മുന്നോട്ട് വെച്ച 12 ഡിമാൻഡുകളും അതുപോലെ തന്നെ നിലവിലെ സ്ഥാപന മേധാവിയായിട്ടുള്ള പ്രിൻസിപ്പളും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെടില്ല എന്നുള്ളതും മിച്ചി മർപ്പുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ HODയും അതുപോലെ തന്നെ KTU കൗൺസിലറും ഈ അന്വേഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ തന്നിട്ടുള്ളത്. രണ്ടാമതായി സമരപരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയും സമരക്കാർക്കെതിരെയും യാതൊരുവിധ റിട്ടാലിയേഷൻ നടപടികൾ ഉണ്ടാവില്ല എന്നുള്ളതും അച്ചടക്ക നടപടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് തന്നിട്ടുള്ളത്. മൂന്നാമതായി ഇത് സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ള നിലവിലിപ്പോൾ സ്റ്റുഡൻറ്റ് യൂണിയൻ ടേം കഴിഞ്ഞ് പലരും പാസ് ഔട്ട് ആയി പോയിട്ടുള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാനായിട്ട് ആ ടേം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ള 3 ഉറപ്പുകളാണ് തന്നിട്ടുള്ളത്. ഈ 12 ഡിമാൻഡുകളുടെ ഉള്ളിലാണ് നമ്മൾ വെച്ചിട്ടുള്ള കൃത്യമായ വിഷയങ്ങൾ അതിലുള്ളത്. കോമ്പൻസേഷൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഹോസ്റ്റലിലെ മറ്റു വിഷയങ്ങൾ അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അങ്ങനെയുള്ള തുടർന്നുള്ള വിഷയങ്ങളെല്ലാം 12 ഡിമാൻഡുകൾക്കുള്ളിലാണുള്ളത്. അപ്പോൾ നിലവിൽ ഒരു ആദ്യഘട്ട സമരം ഒരു സമാധാനപരമായ ഒരു കാര്യങ്ങൾ ഒത്തുതീർപ്പായി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ആദ്യഘട്ടം ഒരു പകുതി ഓക്കെ ആയി എന്നുള്ള ഇതിലേ പറയാൻ പറ്റുള്ളൂ. അത് പൂർണ്ണഘട്ടത്തിൽ സമരം അവസാനിച്ചിട്ടുമില്ല. ഇനി സമരം തുടരുക തന്നെ ചെയ്യാനാണ് സമരസമിതിയുടെ പദ്ധതി. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മിച്ചി മർപ്പുവിൻ്റെ മരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് എന്നുള്ളതാണ്. അത്തരം സംഭവങ്ങൾ കോളേജിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഒരു ജാഗ്രത കൂടി വേണ്ടതില്ലേ? അതിൽ കൃത്യമായി ഒരു അക്കാഡമിക് പ്രഷർ, അതേപോലെ തന്നെ ഈ എക്സാമിൻ്റെ വിഷയത്തിലായാലും ഇയർ ബാക്കിൻ്റെ വിഷയത്തിലായാലും ഒരു കൃത്യമായ ഒരു അക്കാഡമിക് പ്രഷർ സ്ഥാപന മേധാവികളുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് HODയുടെ അടുത്തും ഒരു കോർണറിങ് സ്വഭാവത്തിലുള്ള മനോഭാവം ഒരു സ്വഭാവ പെരുമാറ്റം ഉണ്ടായതുകൊണ്ടാണ് മിച്ചി മർപ്പു ഈ മരണത്തിലേക്ക് പോയതെന്നും അതൊരു അക്കാദമിക കൊലയാണെന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണെന്ന് തന്നെയാണ് തീർത്തും ഇവിടെ പറയാനുള്ളത്. ആ വിഷയത്തിൽ ഊർജിതമായ അന്വേഷണങ്ങൾ ഊർജിതമാക്കണം, കുറ്റക്കാരെ മുന്നിലെത്തിക്കണം എന്നുള്ള വിഷയങ്ങളാണ് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല സമരം സംഘടിക്കപ്പെട്ടത്. പക്ഷേ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയാണ് ഈ പുറത്തുനിന്ന് അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ പങ്ക് സമരത്തിൻ്റെ ഭാഗമായി അവരുടെ സഹായം എങ്ങനെയായിരുന്നു? സ്വാഭാവികം വളരെ അജിറ്റേറ്റഡ് നിൽക്കുന്ന ഒരു ക്രൗഡിനെ പ്രിൻസിപ്പൾ തന്നെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ മീഡിയനെ അവർ ഫേസ് ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രിൻസിപ്പലിനോ ഒരു സ്ഥാപന മേധാവിക്കോ ഇത്രയും റേജിഡായിട്ട് നിൽക്കുന്ന ഒരു ക്രൗഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് അതിൽ സംസാരം നടക്കുമ്പോഴാണ്, കുറച്ച് ഡെലിഗേഷൻസ് നടക്കുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ആ സ്വഭാവത്തിൽ സ്വാഭാവികമായും കേരളത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കന്മാരെല്ലാവരും വന്നതും അതേപോലെ തന്നെ മീറ്റിംഗുമായി സഹകരിച്ചതും ഞങ്ങൾക്കുള്ള കൃത്യമായ മാർഗ്ഗദർശനം. ഇപ്പോൾ കോളേജിലുള്ള വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നതിൽ നമുക്കുള്ള സമര പിന്തുണകളും നമുക്കുള്ള മാർഗ്ഗദർശനങ്ങൾ തന്നിട്ടുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അവരിൽ നിന്ന് ലഭിച്ച കൃത്യമായ മാർഗ്ഗദർശനങ്ങളും കൊണ്ടിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായ പങ്ക് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന 2 വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായ SFIയുടെയും KCയുടെയും MSFൻ്റെയും പ്രസിഡന്റും തുറന്നുള്ള ഫ്രട്ടേണിറ്റി അതുപോലുള്ള എല്ലാ സംഘടനാ നേതാക്കളുടെയും പ്രാതിനിധ്യം ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാനുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു സമരം കൂടി വിജയിക്കുകയാണ്. നിരവധി സന്ദേശങ്ങൾ ഈ സമര വിജയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും MA കോളേജിലെ വിദ്യാർത്ഥികൾ ഇത് ഒരു താൽക്കാലിക സമര അവസാനമായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ അവർ തയ്യാറാണ് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഷിർമോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.